അതെ, ഈ മഴ ഇഷ്ടമല്ലാത്തതായിട്ട് ആരല്ലേ ഉള്ളത്? സ്വയം മറന്നിങ്ങനെ തിരമ്പി പെയ്യുന്ന മഴയിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൊതിയോടെ തുള്ളി കളിക്കാനിങ്ങനെ എല്ലാം മറന്ന് തുള്ളി കളിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മഴ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം കേട്ടോ, ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രണയവും വിരഹവും ദേഷ്യവും സന്തോഷവും സങ്കടവും ഒക്കെ ഒരുപോലെ കാണിക്കുന്ന ഒരു വശമുണ്ട് മഴയ്ക്കല്ലേ. ഒരുപോലെ കാണിക്കാൻ മഴയ്ക്ക് പറ്റും. ഇവിടെ കണ്ടില്ല അക്കൂനെ മഴ പെയ്തപ്പം ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം വേറൊന്നും അല്ല, ഈ ഷീറ്റിൽ മഴ ചറപറാന്ന് പെയ്യുമ്പോൾ അതിന്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് അല്ലേ. അത് കേട്ടിട്ട് ആദ്യം പുള്ളിക്കാരന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അയ്യോ മഴ എന്ന് പറയുമ്പോഴത്തേക്ക് തലയിൽ കൈവച്ച് ഓടും. പിന്നെ മഴയെ തിറക്കി വിട്ടാൽ ശരിയാകാത്തത് കൊണ്ടും അകത്തിട്ട് ഞാനും അമ്മയും ലോക്ക് ചെയ്തു. അപ്പം മഴ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുരുന്നൊരു കാര്യം ചെയ്തു. എന്താന്നല്ലേ, എന്താ കണ്ടില്ലേ, ഈ വിൻഡോയിൽ വലിഞ്ഞു കയറിയിട്ട് മഴ ഒളിഞ്ഞൊളിഞ്ഞു നോക്കുക കേട്ടോ. മഴയത്ത് നോക്കി എന്തൊക്കെയോ പാട്ട് പാടിയും കലപില പറയുകയും ബാബാന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞു, അതിന്ന് വീഴുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്നോട് പിണങ്ങി തല കുമ്പിട്ട് അതിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. ശരിന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഒരു വിധത്തിൽ ഞാൻ എടുത്തോണ്ട് വന്ന് എന്റെ അടുത്തിരുത്തിയപ്പോഴോ പുള്ളിക്കാരനെ മഴ കാണാനുള്ള ആ ഒരു കൊതി അങ്ങോട്ട് നിന്നിട്ടില്ല കേട്ടോ. വേഗം സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി വിൻഡോന്റെ അവിടേക്ക് പോയി. അവിടെ ചില്ലായി, കാരണം മഴ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ നോക്കിയപ്പോ ഇത് ലോക്ക് ചെയ്തിരിക്കല്ലേ, എന്നാ തുറന്നിട്ട് കാണാന്നുള്ളൊരിത്. അങ്ങനെ തുറന്നപ്പോഴത്തേക്ക് ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുമ്പോൾ പുള്ളിക്കാരന് കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ, ഈ കളി കൊള്ളാലോ എന്നൊക്കെ. അങ്ങനെ പിന്നെയും ഈ ജനൽ തുറക്ക അടയ്ക്ക. എനിക്കിത് ലോക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ചെയ്തത് ലോക്ക് ചെയ്തിട്ട് മഴ കാണാനുള്ള ഒരു കുരുന്നിന്റെ ഒരു ചെറിയ കുട്ടിയുടെ ആഗ്രഹത്തെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞാലും അക്കു വേണ്ട ചില്ലു പൊട്ടുന്നൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. പുള്ളിക്കാരൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവന്റെ മനസ്സിലായി മഴയൊന്നും നനഞ്ഞാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ മഴ നനയാൻ വിടാൻ നമുക്ക് പറ്റുമോ? മഴ പെയ്ത് മഴയത്തിങ്ങനെ നടന്ന് ചെറിയ കുട്ടിക്ക് വല്ല പനി പിടിച്ചാൽ എന്താ ചെയ്യാം? മഴ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മളെ മക്കളെ കുറിച്ചുള്ള, അതാകുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവണമല്ലോ. അവന്റെ കളിയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു.